സുസ്ഥിര വികസനത്തിനാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാനായെന്നും UN ജനറൽ അസംബ്ലിയിൽ മോദി പറഞ്ഞു. സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചറിലാണ് പ്രതികരണം. മനുഷ്യരാശിയുടെ വിജയം കൂട്ടായ ശക്തിയിലാണെന്നും യുദ്ധഭൂമിയിലല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ലോകസമാധാനത്തിനും വികസനത്തിനും ആഗോള സ്ഥാപനങ്ങളിൽ പരിഷ്കരണങ്ങൾ അനിവാര്യമാണെന്നും മോദി പറഞ്ഞു. സുസ്ഥിര വികസനം വിജയകരമായി നടപ്പിലാക്കാനാകുമെന്ന് ഇന്ത്യ തെളിയിച്ചുവെന്നും ഇന്ത്യയിലെ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാനായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മനുഷ്യകേന്ദ്രീകൃത സമീപനത്തിനായിരിക്കണം മുൻഗണന നൽകേണ്ടത്. സുസ്ഥിര വികസനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ മനുഷ്യക്ഷേമം, ഭക്ഷണം, ആരോഗ്യസുരക്ഷ എന്നിവയും ഉറപ്പാക്കണം. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നത് ഇന്ത്യയുടെ പ്രതിബദ്ധതയാണെന്നും മോദി കൂട്ടിച്ചേർത്തു. तो ह्यूमन सेंट्रिक अप्रोच सर्वप्रथम होनी चाहिए. भारत में 250 मिलियन लोगों को गरीबी से बाहर निकालकर हमने यह दिखाया है कि सस्टेनेबल डेवलपमेंट कैन बी सक्सेसफुल. നല്ല നാളേക്കായുള്ള ബഹുമുഖ പരിഹാരങ്ങൾ എന്നതായിരുന്നു ഉച്ചകോടിയുടെ പ്രമേയം. കാലാവസ്ഥാ വ്യതിയാനം, AI, യുദ്ധം, അസമത്വം, ദാരിദ്ര്യം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലോകത്തെ ഒന്നിപ്പിക്കുന്നതിനുള്ള 42 പേജുള്ള പദ്ധതിക്ക് UN പൊതുസഭ ഞായറാഴ്ച അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ നടന്നത്. 2025 UN രൂപീകരണത്തിന്റെ 80ാം വർഷത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഉച്ചകോടി നടക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.